Pro-Culina's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിനോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെയൊക്കെ സ്ഥിരം സോസും ജാമൊക്കെ കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള, കാരണം സോയ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സമയത്ത് സോയ നോൺ വെജ് ഇപ്പം എനിക്ക് തോന്നുന്നു നോൺവെജ് സമയമാണ്. എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ മക്കളെ പ്രതീക്ഷിച്ചുണ്ടാക്കിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ വെറുതെ ചെയ്താലും വെറുതെ ചിപ്സ് പോലെ കഴിക്കാൻ പാകത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് സോയ ചങ്ക്സ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. സോയ ചങ്ക്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിനകത്ത് ഒരു നല്ല പാനിൽ കുറച്ച് വെള്ളം എടുത്ത്, ഒരു 3/4 പാത്രം വെള്ളം എടുത്തതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വെച്ചു. ഗ്യാസിൽ തിളപ്പിക്കാനായിട്ട് വെച്ചു ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സോയ ചങ്ക്സിനൊരു വെളുത്ത കളർ ഉള്ളത് കൊണ്ട് അത് നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതുള്ളത് കൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് മഞ്ഞൾപ്പൊടി അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അത് രണ്ടും തിളച്ച് വന്നു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സോയ അതിനകത്തേക്ക് ഇടുന്നു. അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച സോയ തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇട്ടൊന്ന് തിളപ്പിച്ച് ആ വെള്ളത്തിലൊന്ന് കിടന്ന് അതിനകത്തകത്ത് നിറച്ച് അത് ശരിക്കും ഒന്ന് ഇതായി വരുന്നോടം വരെ നമ്മൾ കുക്കർ ഞാൻ ജസ്റ്റ് അത് ഓഫ് ചെയ്തു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ആ ചൂട് വെള്ളത്തിൽ കിടന്ന് അത് ശരിക്കും വെള്ളം കയറി ശരിക്കും വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 2-3 പ്രാവശ്യം കഴുകി നന്നാക്കി എടുത്ത് അതിനകത്ത് നമ്മൾ ശരിക്കും അതിനകത്ത് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ല കേട്ടോ. ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ വെള്ളം കളഞ്ഞു. അതിനുശേഷം എടുത്തു വച്ചിരുന്ന സോയ ചങ്ക്സ് ആണ്. വേറൊരു ബോൾ എടുത്തു. അതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം, 1 ടേബിൾ സ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ഇട്ടു. അതിനുശേഷം നമ്മൾ അതിനകത്ത് ചേർക്കുന്നു മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തത്. പിന്നെ നമ്മൾ ചേർത്തു കുറച്ച് ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സോയ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്ത് ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളത് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളത് കുറച്ച് നേരം, ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ മസാലാസ് എല്ലാം പിടിക്കാൻ കുറച്ചൊരു സമയം വേണ്ടി വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്നത്. അത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കിയാലും വലിയ പ്രോബ്ലം ഒന്നും വരാൻ പോകുന്നില്ല കേട്ടോ. ഇത് വച്ചേ മതിയാകുള്ളൂ. എന്നിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുത്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ എടുത്ത് വച്ചു. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം പുരട്ടി എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് എന്താ പറയുക, സോയയുടെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സാണ് കേട്ടോ. അത് ഒത്തിരി പണിയുള്ള പരിപാടിയല്ല. ചൂടായ തവ എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളമെല്ലാം മാറിയതിന് ശേഷം കുറച്ച് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു. ഓയിൽ നമ്മൾ വെളിച്ചെണ്ണയൊന്നും അല്ല ഒഴിച്ച്, നോർമൽ കുക്കിംഗ് ഓയിലാണ് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഒരു 2 സ്പൂണോളം നമ്മൾ കുക്കിംഗ് ഓയിൽ അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സോയ ചങ്ക്സ്, മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അത് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി വയ്ക്കാതെ, ഞാനിതുപോലെ കൈ കൊണ്ടൊന്നും കാണിക്കണമെന്ന് പറയില്ല, ഇത്തിരി ഡേഞ്ചറസ് ആണ്, സൂക്ഷിച്ച് ചെയ്യണം. ഇത് നമ്മൾ ചെയ്ത് ശീലമുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പൊക്കി നോക്കുക. കാരണം നമ്മളിതിൻ്റെ അവസ്ഥ ഇനി അടി പിടിച്ചോ, ചിലപ്പോൾ ചില കട്ടി കൂടിയ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ പാത്രമൊക്കെ ആണെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ള ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ളൊരു കാര്യം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഒന്നുകൂടി അതിനകത്ത് ആ വെള്ളമൊക്കെ മാറി നന്ന ഫ്രൈ ആക്കി ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഏതാണ്ട് എന്താ പറയുക, നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി. അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച മസാല പുരട്ടി വെച്ച അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് പാത്രം കഴുകൽ വലിയൊരു പരിപാടിയാണ് നമ്മൾ അമ്മമാർക്കല്ലേ. ആ പാത്രം തന്നെ വെച്ചു. അത് വേറെ പ്രശ്നമൊന്നുമില്ല. സോ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് അതിനകത്തൊരു ടേസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇതുപോലെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ മസാല പുരട്ടി വെറുതെ ചിപ്സ് പോലെ കുട്ടികൾക്ക് കൊടുത്താലും നല്ല സുഖമായിട്ട് അവർ കഴിച്ചോളും. ഒരു 1/4 ടീസ്പൂണോളം ജീരകം നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു. തിളച്ച എണ്ണയിലേക്ക്
വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നു. അതിനുശേഷം ജീരകം ഇട്ടു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു വലിയ സവാള ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് കുറച്ച് നേരം ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇതൊക്കെ സവാള അരിയുന്നതൊക്കെ നിങ്ങളുടെ രീതി അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ഇന്നത് വേണം എന്നൊന്നുമില്ല. അതെങ്ങനെയാണോ നമ്മളുടെ ഇഷ്ടം അതുപോലെ നന്നായിട്ട് അതിനകത്തേക്കിട്ട് ഒരു ഗോൾഡൻ കളർ, സെമി ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതോടുകൂടി ഇതിനകത്ത് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ചപ്പാത്തിക്കൊക്കെയാണ് കറി ഉണ്ടാക്കണത്, കുറച്ച് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ തക്കാളി അരിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആക്കി നമുക്കിതിനകത്ത് കിട്ടും. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ അഡീഷണൽ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ ചേർക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിക്കായിട്ടുള്ള ഗ്രേവി ഇല്ലാത്ത ഒരു സൂഖ സബ്ജിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് തക്കാളി ചേർക്കുന്നില്ല. ശകലം അതൊന്ന് വഴണ്ടി കിട്ടാൻ, അല്ലെങ്കിലും ആ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെയും ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗോൾഡൻ കളറായി നമുക്ക് കിട്ടണം. ഒരു സെമി ആയി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന നമ്മളുടെ സോയാ ചങ്ക്സ് വറുത്ത് വച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഷാഡോ ഫ്രൈ ആയിട്ട് വച്ചിരിക്കുന്ന നമ്മളുടെ സോയാ ചങ്ക്സ് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഇനി അതാണ് അടുത്ത പരിപാടി. എന്താ പറയുക, പെട്ടെന്നൊക്കെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ കുട്ടികൾക്ക് വിശക്കുവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ സോയ ചങ്ക്സ് ഞാൻ അതിനകത്തേക്ക് പിന്നെയും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു. കാരണം ഇനി നമ്മളുടെ സോയ ചങ്ക്സിന് ഓൾറെഡി ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയുടെ, പച്ചമുളകിൻ്റെ, അതുപോലെ തന്നെ സവാള ഉള്ളിയുടെയുടെ ടേസ്റ്റ് അതിനകത്തൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി അതൊന്ന് വഴറ്റി കൊടുക്കുന്നു. വഴറ്റി കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് ചെറിയ തീയിൽ, അത് സിമ്മിലാണെന്ന് എപ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് ഒരിക്കലും. ചെറിയ തീയിൽ വെച്ച് അതൊന്ന് ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒന്ന് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് നേരം കൊണ്ട് ഒരു 5-8 മിനിറ്റ് കൂടി നമ്മൾ അതിനകത്തേക്ക് വെക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അതിനകത്ത് പിന്നെ നമ്മൾ ഇളക്കാനും നിൽക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുന്നു കുറച്ച് ഗരം മസാല. കാരണം ഈ ഒരു ഉള്ളിക്കകത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഗരം മസാല, അത് നമ്മൾ ഇനി എടുക്കാൻ പോവാണ്, ഫൈനൽ സ്റ്റേജ് എത്തി നമ്മളിതിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാല കൂടി അതിനകത്തേക്ക് ചേർത്തതിന് ശേഷം അത് നമ്മളൊരു നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഉണ്ടോ കറക്റ്റ് നമുക്കൊരു നോൺ വെജിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക്, കഴിക്കാനുള്ളൊരു പ്ലേറ്റിലേക്ക് നമ്മളത് മാറ്റുന്നു. ഈ സമയത്ത് നമ്മളിത് വളരെ കൂടുതൽ ഫ്രൈ ആക്കണം എന്നുള്ളവർക്ക് ഫ്രൈ ആക്കാൻ കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇനഫാണ്, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത്രയും തന്നെ ധാരാളം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനകത്തേക്ക് എന്താ പറയുക, ഇനി നമുക്ക് അഡീഷണൽ ഉള്ളി കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. മല്ലിയില നമുക്ക് ചെയ്യാം. എൻ്റെ കറിവേപ്പില, ആസ് യൂഷ്വൽ നമ്മുടെ മലയാളികളുടെ ഫേവറേറ്റ് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ചിട്ട് ഞാനത് ഗാർണിഷ് ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.